Good morning, all. Good morning, teacher. Good morning, ma'am. Good morning, ma'am. Okay. Prayer പറഞ്ഞോട്ടെ. സുഖം പകരാനായി സ്നേഹദീപമേ സുഖം പകരാനായി പതനനിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ. Sign in and thought of the day പറഞ്ഞോട്ടെ. Okay, miss. Good morning, all. Ma'am, പറയണോ? ആരാണെന്ന് പറഞ്ഞോ. Good morning, ma'am. Thought of the day. Every day is a new chance to become better than yesterday. Thank you, ma'am. Good morning, ma'am. Saini. I'm telling a short story. The Clever Little Rabbit. Once upon a time, a green forest, a little rabbit saw a hungry fox. The fox said, I am going to eat you for lunch. But the clever rabbit smiled and said, wait, there is a bigger and tastier rabbit behind that tree. The fox ran quickly for find the rabbit. There was no rabbit. The clever little rabbit hopped away and says, Moral of the story, small thinking can save the day. Thank you, ma'am. Thank you. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതില് റോൾ ഓഫ് ദ ടീച്ചർ ആയിരുന്നു നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോർഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമിറ്റീസ്, ഇൽനെസ് അല്ലേ? ആ ഒരു പോർഷനിൽ എടുക്കേണ്ടത്. അതെ ടീച്ചർ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. Physical weakness, deformities, illness, etc. will, if any, should be recognized at the time of school entrance and medical aid should be made available for the children. അപ്പൊ നമ്മൾ പറയുന്നത് ഫിസിക്കൽ വീക്ക്നെസ്, എന്തെങ്കിലും അസുഖങ്ങളോ ഡിഫോർമാലിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയാൻ പാടില്ല. ഫിസിക്കലി എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂൾ എൻട്രൻസിൽ അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് കാര്യങ്ങളും നമ്മൾ അവൈലബിൾ ആക്കുകയും വേണം. Teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ടീച്ചേഴ്സ് നമ്മളുടെ റോളാണ് എന്ത്, നമ്മുടെ കുട്ടികളുടെ ഫാമിലിയിൽ ഒരു നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റിന് പറ്റുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ വീടുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ടീച്ചർമാർക്കാണ്. പിന്നെ ടീച്ചർമാർ ഉറപ്പുവരുത്തണം നമ്മുടെ പാരന്റ്സിനോട് കൂടി ഒരു കോപ്പറേഷനോട് കൂടി കുട്ടികൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ഉറപ്പ് നൽകണം. The interpersonal relationship in school should be such that it should provide emotional security. നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കൂളുകളിൽ വേണ്ടതാണ്. അതൊരു ഇമോഷണൽ സെക്യൂരിറ്റി, സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സും ആണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു ബോണ്ട് വേണം. നമ്മളുടെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ടീച്ചർ ഉണ്ടെന്ന് പറയുന്നത് ഒരു നമുക്കൊരു ധൈര്യമാണ്. ഇപ്പോ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നേ.
അപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പോയി പെടും. എന്നിട്ട് എന്നെ വിളിക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ എന്റെ ക്ലാസ് ടീച്ചർ വരും. നമ്മൾ അങ്ങനെയാണ്, ക്ലാസ് ടീച്ചറെ വിളിപ്പിക്കും. അപ്പൊ ക്ലാസ് ടീച്ചറോട് കൊച്ചു നന്നായിട്ട് പഠിക്കും, കുഴപ്പമൊന്നുമില്ല, വേറെ കുറുമ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ആള് പഠിക്കുന്ന കുട്ടിയാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് എന്ത് ചെയ്യും, നമ്മളെ എസ്കേപ്പ് ചെയ്തോണ്ട് വരും. അപ്പൊ നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആ ടീച്ചറായിട്ട് ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിനും നമ്മുടെ കൂടെ ടീച്ചർ ഉണ്ടെങ്കിൽ, നമ്മളെ റൈറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്കതൊരു ധൈര്യമാണ്. ഓക്കെ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ടീച്ചറും നമ്മളുമായിട്ടാവാം, അങ്ങനെ അത് സ്റ്റാഫ്സ് ആയിട്ടാവാം റിലേഷൻഷിപ്പ്. നല്ല ഒരു ബോണ്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി, ഫീലിംഗ് ഓഫ് സേഫ് എന്നുള്ള ഫീൽ നമുക്ക് തോന്നും. നമുക്ക് ആരൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. Provide diversified co-curricular activity for the full expression outlet of pent-up emotional energy. അപ്പോൾ co-curricular activitiesലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവരെ എനർജി, ഇമോഷണൽ എനർജിയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സ്പോർട്സോ ടീമൊക്കെ ആയിട്ട് നമ്മളൊരു ഗെയിമും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടീം സ്പിരിറ്റ് ഒക്കെ വരും അല്ലെ? നമ്മളൊരു ഗെയിം സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ടീം സ്പിരിറ്റ് വരും. അല്ലെങ്കിൽ വേണ്ട, നമ്മളൊരു ഡാൻസ് പെർഫോമൻസ് ആവട്ടെ, ഒരു മ്യൂസിക് ഇപ്പൊ നമ്മള് ഉപജില്ലാ കലോത്സവത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ ഡാൻസോ ഒക്കെ പഠിക്കും. അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു ടീമിലുള്ള ഗ്രൂപ്പ് ഡാൻസും ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ട് പറയുന്നത്, ആ ടീമിലുള്ള എല്ലാവരും നമ്മൾ നല്ലൊരു ബോണ്ട് വേണം. ആ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പാട്ട് പാടാനും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അവിടെ നല്ലൊരു ടീം സ്പിരിറ്റ് വേണം. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡൈനാമിക് ആൻഡ് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഓരോ കുട്ടികളെയും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണം. നമ്മൾ കോമൺ ആയിട്ട് ക്ലാസ് എടുക്കുകയല്ല വേണ്ടത്, ഓരോ കുട്ടിയുടെയും നീഡ്സും കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ വേണം നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. The children should get diverse love and sympathy from the teacher. കുട്ടികൾ എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹമാണ്, ലവ് ആൻഡ് സിമ്പതി ആണ്. സോ നമ്മളൊന്ന് കെയറോട് കൂടി അവരൊന്ന് തലോടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നം എന്താണ്, ചിലപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല ചില കുട്ടികൾ പഠനത്തിന് വീക്ക് ആവുന്നത്, എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ടീച്ചേഴ്സ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരിക്കും പറഞ്ഞ കുട്ടികള് ഇമോഷൻസ് കോട്ട് ചെയ്യുന്നതാണ്, ദേ ആർ നോട്ട് തോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരും അവരെ പഠിപ്പിക്കുന്നതല്ല, ഇമോഷൻസ് അവരെ തങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്. നമ്മള് എല്ലാ കുട്ടികൾക്കും മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ ടു അഡോളസെന്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു അറ്റൈൻ ഇമോഷണൽ ബാലൻസ് ആൻഡ് ടോളറൻസ്. നമ്മൾ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഒരു മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സെക്ഷൽ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ അഡോളസെന്റ് ഏജിലാണ് പണ്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ ഏതൊരു ഏജിലെ കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. 3 years ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ഇപ്പൊ ബാഡ് ടച്ചും ഗുഡ് ടച്ചും മുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അല്ലെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും റോൾ ഓഫ് ടീച്ചർ ഒന്ന് റീഡ് ചെയ്തേ. മിസ്സേ, അതിൽ 7ാമത്തെ പോയിന്റ് എന്താ പറയുന്നേ? അതിലെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ്, വികാരങ്ങളെ പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിക്കല്ല, കുട്ടികൾ നമ്മൾ ഇമോഷൻസ് പഠിപ്പിക്കല്ല, അത് അവർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് എന്നുള്ളൊരു മീനിങ്.
ഓക്കെ ട്ടാ. ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും സോഷ്യൽ ഡെവലപ്മെന്റ് വേറെ പേരറിയോ? ഇല്ല. ഓക്കെ, കേട്ടിട്ടേ ഇല്ല സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. അല്ല, കേട്ടിട്ടുണ്ട് ടീച്ചർ. മിസ് ഓക്കെ, സോഷ്യലൈസേഷൻ കേട്ടിട്ടുണ്ടോ? സാമൂഹികവൽക്കരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയാണ് സോഷ്യലൈസേഷൻ എന്ന് ഓർമ്മയുണ്ടാവില്ല. സോ സോഷ്യൽ ഡെവലപ്മെന്റ് മറ്റൊരു പേരാണ് സോഷ്യലൈസേഷൻ. Implies development of an individual in such a way he became a useful member of the society or a group. നമ്മളൊരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ഒരു യൂസ്ഫുൾ മെമ്പർ ആയിട്ട് മാറുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഉപയോഗപ്രദമായ ഒരു വ്യക്തിയായിട്ട് മാറുന്ന പ്രോസസ്സിനെ. ഓക്കെ, സാമൂഹ്യ വികാസം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് എന്ന് പറയുന്നത് ഒരു വ്യക്തി സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ ഒരു എന്താ പറയുക യൂസ്ഫുൾ അംഗമായി മാറുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടൊരു വ്യക്തിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ആ ഒരു വ്യക്തിനെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് അറ്റൈനിങ് ഓഫ് മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. നമ്മുടെ സോഷ്യൽ സെറ്റിംഗ്സിൽ സാമൂഹിക പശ്ചാത്തലത്തില് നമ്മളൊരു സോഷ്യൽ എന്താണ് നമ്മൾ കുറച്ച് പക്വത കൈവരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അറ്റ് ബർത്ത് കുട്ടികൾക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടോ? ബിഗിനിങ് വിത്ത് നമ്മൾക്ക് ഒരു കുട്ടിക്ക് ഫസ്റ്റ് ജനിക്കുമ്പോ തന്നെ സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യലബിൾ ആണോ? കുട്ടി ഹായ് സംസാരിക്കുക അല്ല. ബിഗിനിങ് വിത്ത് ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് അതേഴ്സ്. അമ്മയോ അച്ഛനൊക്കെ ആയിട്ട് അവരാ ഫസ്റ്റ് കോണ്ടാക്ട് തുടങ്ങില്ല, തിരിച്ചറിയാൻ തുടങ്ങില്ലേ? അമ്മനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുന്നതൊക്കെ ആ ടൈം മുതലാണ് ഈ കുട്ടികളിൽ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇനി കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ് ഈ സോഷ്യൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. നമ്മളുടെ ജീവിത സാഹചര്യങ്ങള്, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നോളജ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന മാറ്റങ്ങള്, എൻവയോൺമെന്റൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യും. നെറ്റ് റിസൾട്ട് ഓഫ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ വിത്ത് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. എങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഇന്ററാക്ഷൻ, നമ്മൾ സോഷ്യൽ സൊസൈറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു വ്യക്തി ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ കാട്ടിലൊക്കെ അല്ലെങ്കിൽ ആദിവാസീസ് ഇല്ലേ, അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് സോഷ്യലൈസേഷൻ കുറവല്ലേ? അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് കുറവാണ്. കാരണം എന്താണ്? അവർ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് അകന്നാണ് താമസിക്കുന്നത്. ഇതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെ. നമ്മൾ ഒരുപാട് നാള് സൊസൈറ്റിയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് അത്ര പ്രോഗ്രസീവ് ആവില്ല. പക്ഷെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സൊസൈറ്റി ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ഷൻ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ നിന്നാണ്. നമ്മുടെ ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് അക്വയറിംഗ് സോഷ്യൽ ക്വാളിറ്റീസ്. നമുക്ക് കുറച്ച് സോഷ്യൽ ക്വാളിറ്റീസ് വേണം. അതെല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ്, അല്ലെ? നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരെ കണ്ട് നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ കണ്ട്, സൊസൈറ്റി ഇപ്പൊ ഒരു നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ നമ്മളും എങ്ങനെയായിരിക്കും? നമ്മുടെ സ്വഭാവത്തിലും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി നോർമലി സംഭവിക്കും, അല്ലെ? നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൽ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പരസ്പരം നല്ല സഹായവും സ്നേഹവും കെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ നമ്മളും അതേപോലുള്ള ആൾക്കാരായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ
അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ നോക്കാം സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഇവിടെ പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ടൈം പീരീഡിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നാണ് നമ്മളുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻഫൻസ് ആർ നോ സോഷ്യലബിൾ. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ സോഷ്യലബിൾ അല്ല. ബർത്ത് കുട്ടികൾ എങ്ങനെയാണ്? സോഷ്യലബിൾ ആണോ? അല്ല. കേട്ടോ. ഇൻഫൻസ് ആർ നോ സോഷ്യലബിൾ. കുട്ടികള് സോഷ്യലബിൾ അല്ല. നമ്മൾ കുട്ടികളില് ഈ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ആ കുട്ടികൾ ആദ്യമായിട്ട് നമ്മളോട് നോക്കി ചിരിക്കില്ലേ, ട്രൂ സോഷ്യൽ സ്മൈൽ, അവിടെ ആ ഒരു സ്റ്റേജ് മുതലാണ് കുട്ടികളിൽ എന്താണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആരെ നോക്കിയായിരിക്കും കുട്ടികൾ ചിരിക്കുന്നത്? അമ്മമാരെ നോക്കിയിട്ടായിരിക്കും അല്ലെ? അല്ലേ? ഓക്കെ. ഞാൻ എന്റെ മോളെ എന്നെ നോക്കി ചിരിക്കുന്നു എന്ന് ഹസ്ബൻഡിനോടും അമ്മനോടും പറഞ്ഞപ്പോ അവര് വിശ്വസിച്ചില്ല. അവര് പറയാ എനിക്ക് തോന്നിയതാണ്. എന്നിട്ട് ഞാൻ കുട്ടി ചിരിക്കുമ്പോ തന്നെ ഞാൻ വീട്ടിൽ എല്ലാരും വിളിച്ചിരിക്കും, എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ അവര് വന്ന് നോക്കുമ്പോഴേക്കും കുട്ടി സാധാരണ പോലെ നോർമലായിട്ട് ചിരിക്കുന്നായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിങ്ങനെ കിടക്കും. അവള് എന്നെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുമായിരുന്നു. അപ്പൊ ഒരു 6 ആഴ്ചക്കുള്ള സമയം മുതൽ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ. ഒരു വ്യക്തിനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? സ്മൈൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ കുഞ്ഞു മക്കളുടെ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. കുട്ടികളിൽ ആ ഒരു 6 വീക്സ് ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ചിരിക്കാനായിട്ട് തുടങ്ങും അല്ലെ? ഇല്ലേ? ഓക്കെ. ഈ ട്രൂ സ്മൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 6 വീക്സ് എ ട്രൂ സോഷ്യൽ സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ അപ്പിയേഴ്സ്. ഒരു സ്മൈൽ ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ കാണാണല്ലോ, അപ്പോൾ ചെറിയൊരു പുഞ്ചിരി അവരിൽ കാണും. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. ഇതാണ് നമ്മൾ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എ ട്രൂ സോഷ്യൽ സ്മൈൽ ആണ്. ഓക്കെ. അറൌണ്ട് 8 വീക്ക് ആകുമ്പോഴേക്കാണ്, ഒരു 6 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും ട്രൂ സോഷ്യൽ സ്മൈൽ വരും. ഇതാണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. നോട്ട് ചെയ്യണോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 2 to 3 months ഒക്കെ ആവുമ്പോൾ ഒരു ഒബ്ജക്ട്സും കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങും. ഇപ്പോ എന്താ പറയാ, കളിപ്പാട്ടങ്ങളായാലും അവരതിങ്ങനെ റൗണ്ടിൽ കറങ്ങുന്നൊക്കെ ആണെങ്കിൽ അത് അവർ ശ്രദ്ധിച്ച് കിടക്കും. ഐഡന്റിഫൈ പീപ്പിൾസ് ഫ്രം ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ്, റെക്കഗ്നൈസ് ഹിസ് മദർ. നമ്മളിപ്പോ നടന്ന് ചെല്ലുമ്പോഴേക്കും അവർ നമ്മളെ മനസ്സിലാക്കും. അമ്മേനെ കണ്ട അവൻ ചിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് അമ്മനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അമ്മനെ കാണാണ്ട് വരുമ്പോ അവർക്ക് സെപ്പറേഷൻ, എന്താ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നേ? കുട്ടി അമ്മനെ കുറച്ചു നേരം കാണാണ്ടാവുമ്പോ മറന്നുപോയാ? കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോ ഏത് ടൈപ്പ് ഓഫ് ആൻസൈറ്റി ഫീൽ ചെയ്യുന്നേ? സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ ഏത് ടൈപ്പ് ആൻസൈറ്റിയാ? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പാടില്ല മെസ്സേജ്, ഞങ്ങളൊക്കെ മറന്നുപോയി. അങ്ങനെയാണോ? ഓക്കെ. ജസ്റ്റ് ഓർമ്മിപ്പിക്കാം. പറഞ്ഞ ശ്രുതി. സെപ്പറേഷൻ ആൻസൈറ്റി ആണ് ചോദിച്ചത്. അമ്മനെ കാണാണ്ടാവുമ്പോ കുട്ടികൾ ഫീൽ ചെയ്യുന്നത് സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. എന്താ പറയാനായിട്ട് മടി? അത് മിസ്സേ, ഞാൻ വേറൊരു ഇതിലേക്ക് തിരിഞ്ഞു പോയി, അതാ. അത് ഡീവിയേഷനാണ്. ബാക്കി എല്ലാവരും കുഴപ്പമില്ല. നമ്മള് ക്ലാസ്സും കേൾക്കുന്നുണ്ട്, ചിലപ്പോ നമ്മള് പാചകവും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. മൾട്ടി ടാസ്കിങ് അമ്മമാരല്ലേ, കുഴപ്പമില്ല കേട്ടോ.
ഓക്കെ, കുട്ടികളെ നമ്മള് കുട്ടിയുടെ അടുത്ത് നിന്ന് മാറുമ്പോ, അമ്മ കുട്ടിയുടെ അടുത്ത് നിന്ന് മാറുമ്പോ ആ ടൈമില് കുട്ടികൾ ഫീൽ ചെയ്യുന്ന ഒരു ആൻസൈറ്റി ആണ് ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ ഒരു 2 to 3 months ഒക്കെ ആകുമ്പോഴേക്കും ഇൻഫൻസ് പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, അവർ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അമ്മനെ കാണാതെ വരുമ്പോ കുട്ടികളിലെ സെപ്പറേഷൻ ആൻസൈറ്റിയും കാര്യങ്ങളും ഫീൽ ചെയ്യും. ഇനി 4 to 5 months ഒക്കെ ആകുമ്പോൾ react identify to scolding and to smiling face and to friendly or and to angry voice. ഇവിടെ പറയുന്നത് കുട്ടികള് എന്താ പറയാ, നമ്മള് പെട്ടെന്ന് ശകാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ സ്മൈൽ ചെയ്യുന്നത് കാണാൻ പറ്റും. അവർ ഫ്രണ്ട്ലി ആൻഡ് ആംഗ്രി വോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. അവർ തോട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട്ലി വോയിസ് അല്ലെങ്കിൽ ഒരു ആംഗ്രി വോയിസ് ഒരു വോയിസും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളോട് റിയാക്ട് ചെയ്യുന്നതാണ് അവർ. തിരിച്ച് അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടല്ലോ. നമ്മളവിടെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കുമ്പോൾ അവർ ചിലപ്പോ ചിരിച്ച് കളിച്ച് നമ്മളോട് പ്രതികരിക്കും. നല്ല കുറുമ്പാണല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊരു എന്താ പറയാ, ശകാരിക്കുന്ന ഒരു വേറൊരു രീതിയിൽ കുറച്ച് ആംഗ്രി ആയിട്ടുള്ള വോയിസും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, അവര് ചിരിച്ച് കളിച്ച് വർത്താനം പറയും. അതേപോലെ തന്നെ അവര് സ്വന്തമായിട്ട് ആംഗ്രി വോയിസും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 6 to 7 months ഒക്കെ ആകുമ്പോഴേക്കും ബേബീസ് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ആരാണ് വെച്ചാൽ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരെ ഫ്രണ്ട്സ് എന്നും ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളെ സ്ട്രേഞ്ചേഴ്സ് എന്നും അവര് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ സ്ട്രേഞ്ചേഴ്സ് കുറച്ച് ടൈം കുട്ടിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ പിന്നീട് അവർ ഫ്രണ്ട് ആയിട്ട് മാറും. ദ ബേബി distinguish between friends and strangers by smiling at the former and showing ear in the presence of later. അപ്പൊ അവര് ആദ്യമായിട്ട് കാണൊക്കെയാണെങ്കിൽ എന്താണ്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയും കാര്യങ്ങളും കുട്ടികളിൽ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികൾ കരയും, അല്ലെങ്കിൽ അവർ അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. നമ്മൾ എടുക്കാൻ പോയാലും അല്ലെങ്കിൽ കൈ കാണിച്ചാലും അവർ വരില്ല. കാരണം എന്താണ്, അവർക്ക് ആ ഒരു ആൻസൈറ്റി അവർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ വരാതെ. പിന്നെ ഫ്രണ്ട്സ് ആണ്, ഇപ്പൊ കുട്ടി സ്ഥിരമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ കുട്ടി കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എന്താണ്, കുട്ടി ആ ഒരു വ്യക്തിയുടെ ഒപ്പം കയ്യിലേക്കൊക്കെ പോകും, കളിപ്പിക്കാനൊക്കെ സമ്മതിക്കും. ഇനി ഒരു 8 to 9 months ഒക്കെ ആവുമ്പോൾ ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് ദ സ്പീച്ച്, ജസ്റ്റേഴ്സ് ആൻഡ് ദ സിമ്പിൾ ആക്ട് ഓഫ് അതേഴ്സ്. എന്ന് വെച്ചാല് ഒരു 8-9 മാസമൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചു പറയാനായിട്ട് തുടങ്ങും. അതേപോലെ നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സ് കാര്യങ്ങളും അവരെന്ത് ചെയ്യാൻ തുടങ്ങും, തിരിച്ച് നമ്മളോട് കാണിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഒളിച്ച് കണ്ട് കളിക്കാന്ന് പറയുമ്പോ അവരെന്ത് ചെയ്യും, കൊണ്ടൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ തന്നെ കാണിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ഏജ് ആയി കഴിഞ്ഞപ്പോ ആദ്യം കുട്ടി എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ എന്നായിരിക്കും കുട്ടി വിളിക്കാന്ന്, അല്ലെ? അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അമ്മ എന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് എന്റെ മുകളിൽ 9 മാസമൊക്കെ കഴിഞ്ഞപ്പോ 10 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ അമ്മ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അമ്മ എന്ന് പറയാം, രാവിലെ നമ്മള് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിൻ ചെയ്യാൻ കേട്ടോ, അമ്മ എന്ന് പറയാ കുഞ്ഞു, അമ്മ എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു റെസ്പോൺസ് ഇല്ല, അമ്മ എന്ന് പറയുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സംസാരിക്കാത്തെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞൊരു 11 months ഒക്കെ ആയി കഴിഞ്ഞപ്പോ അവള് ചാ പറഞ്ഞു തുടങ്ങിയിട്ടാ. അവൾ ആദ്യമായിട്ട് പറഞ്ഞ അക്ഷരം ഇത്തിരി ഡിഫറെന്റ് ആണ്. ചാ എന്നാ പറഞ്ഞത്. സാധാരണ കുട്ടികൾ പാ പാ മാ എന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തു, ചാ എന്ന് പറഞ്ഞു. ചാ എന്ന് പറഞ്ഞില്ലേ, ഇനി അമ്മ എന്ന് പറയായിരിക്കും. കുറച്ച് നാളോട് വെയിറ്റ് ചെയ്തു. അപ്പൊ ആ ചാ മാറിയിട്ട് അച്ചാന്നായി. അച്ചാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞതാണ് അച്ചാന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തേണ് അമ്മ എന്ന് പറയാൻ. ആള് വലിയ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അച്ചാച്ചാന്ന് പറഞ്ഞു. അച്ചാച്ച, അത് എളുപ്പമായിരുന്നു. പിന്നെ ചാച്ചാന്ന് പറയാൻ പഠിച്ചു. അച്ഛ പറഞ്ഞു, അച്ചാച്ച പറഞ്ഞു, ചാച്ച പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത അമ്മ എന്ന് പറയിപ്പിക്കും. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടും എന്റെ പേര് മാത്രം അവള് പറഞ്ഞില്ല. ഞാൻ എത്ര വട്ടം ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് ആള് അത് മാത്രം അങ്ങോട്ട് കോപ്പി ചെയ്തില്ല. എനിക്ക് തോന്നുന്നു മാ പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ അമ്മീന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മ എന്ന് പറഞ്ഞില്ല, എന്നാലും അമ്മീന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കുന്ന കേട്ടോ. അപ്പൊ ബേബീസ് ട്രൈ ടു ഇമിറ്റേറ്റ് ദി സ്പീച്ച് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു 12 months ഒക്കെ ആവുമ്പോ ആണോ
ഞാന് ഉമ്മാന്ന് പറഞ്ഞു കൊടുത്താ എങ്ങനെ ഇപ്പൊ 11 ദിവസമായി ബാക്കി ഇക്കാക്ക താത്ത കാക്ക ഒക്കെ വിളിക്കും. ഞാനിങ്ങനെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം അവള് വിളിക്കൂല. ബാപ്പ ഒക്കെ വിളിക്കും, ഉമ്മ മാത്രം അവൾക്ക് പറ്റത്തില്ല വിളിക്കാൻ. പറയാൻ കിട്ടും പിള്ളേർക്ക്. ഓ കാരണം അവരെ ബാപ്പ താത്ത ഇക്കാക്ക ഇതൊക്കെ അവള് പറയുന്നുണ്ട്. ഉമ്മ പറയുമ്പോ വേറെന്തേലും പറയും, അത് മിണ്ടൂല. അന്ന് എന്റെ കാര്യം കഷ്ടമായിരുന്നു. എന്നിട്ട് എന്നെ എല്ലാവരും കളിയാക്കും. ഹസ്ബൻഡ് ഒക്കെ വെറുതെ പറയും, നിന്നെ വിളിച്ചില്ലല്ലോ, നിന്റെ പേരാളോടെ വെച്ചിട്ട് നീ ആയിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഞാൻ കുറച്ചു നേരം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആള് കരഞ്ഞ് ഭയങ്കര കുറുമ്പെടുക്കും. അവർക്ക് പിടിച്ചാൽ നിൽക്കൂല, അത്രയും കുറുമ്പെടുക്കും. അവർ സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇനി 12 months ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കൊടുത്തു തുടങ്ങും അല്ലെ കുട്ടികൾക്ക്. എന്റെ മോക്ക് ഞാൻ ഫുഡ് കൊടുത്തപ്പോ അവള് പറഞ്ഞ ആദ്യത്തെ വേടനോന്നോ. ഞാൻ സാധാരണ അവൾ എന്തെങ്കിലും താഴ്ന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറയും നോനോ കുഞ്ഞു എന്ന് പറയുമായിരുന്നു. നോനോ എന്ന് പറഞ്ഞാൽ അത് എടുക്കരുതെന്ന. അപ്പൊ ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ അവള് പറയും നോനോ എനിക്ക് ഫുഡ് വേണ്ട, നോനോ. കുറുക്കൊക്കെ കൊടുക്കൂലേ. അപ്പൊ അവള് സംസാരിച്ചു തുടങ്ങിയപ്പോ ആദ്യം പറഞ്ഞത് നോനോ വേണ്ട. ഇംഗ്ലീഷിൽ ആദ്യം പഠിച്ച വേർഡ് നോനോയാ. നമ്മളിപ്പോ മക്കളോട് പറയും അതെടുക്കല്ലേ, നോ. നമ്മളതിനെ ഒരു ഇതിൽ പറയൂല, ടോൺ മാറ്റിട്ട് നോ കുഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ അവൾ എന്നോട് പറയും. ഫുഡ് കൊടുക്കാൻ മാത്രം പറയും നോ നോ. അപ്പൊ എന്താണ്, ബേബീസ് റിയാക്ട് ടു ദ വാണിംഗ് നോ നോ. കുട്ടികള് നോ നോ വാണിങ്സ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മള് സോഷ്യലൈസേഷൻ ആണ് പറഞ്ഞത്, സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് നമുക്ക് നോക്കാനുള്ളത് ഇൻഫൻസിയിലെ സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സോഷ്യലബിൾ അല്ല, പതിയെ പതിയാണ് അവന് സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുട്ടികളിൽ ഒരു ട്രൂ സ്മൈല് വരാൻ തുടങ്ങും. അതാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. 2 to 3 months ഇൻഫന്റ് ഐഡന്റിഫൈ ദ പീപ്പിൾസ് ഫ്രം എന്താണ് ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ്. അതേപോലെ തന്നെ റെക്കഗ്നൈസിങ് ഇറ്റ്സ് മദർ, ആർ അൺഹാപ്പി ഓൺ സെപ്പറേഷൻ. ഈ കാര്യങ്ങളൊക്കെ ഒരു 2 to 3 മാസത്തിൽ സംഭവിക്കും. നമ്മുടെ സൗണ്ട് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ വരാട്ട എന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ, കുട്ടി കരയാണെങ്കിൽ ഞാൻ വരാട്ടാ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഉണ്ട്, ഇപ്പൊ വരും എന്നുള്ള ഫീലിംഗ് ഒക്കെ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. ഇനി അവർ സ്മൈലിംഗ് ഫേസും കാര്യങ്ങളും, സ്കോൾഡിങ്, സ്മൈലിംഗ് ഫേസ്, പിന്നെ ആംഗ്രി ആൻഡ് ഫ്രണ്ട്ലി വോയിസും കാര്യങ്ങളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 6 to 7 months മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണ്, കുട്ടികള് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. 8 to 9 months ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച്, ജസ്റ്റേഴ്സ്, സിമ്പിൾ ആക്ട്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. ഒരു 12 months ഒക്കെ ആകുമ്പോൾ ബേബി റിയാക്ട് എന്താണ്, വാണിങ്സ് ലൈക്ക് എന്താണ് നോ നോ വാണിങ്സ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഫുള്ളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് അത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മാർക്ക് ചെയ്തിട്ടോ ഇടണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരും മാർക്ക് ചെയ്തു, റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഷബനാസ്, ഹലോ, കേൾക്കുന്നുണ്ടോ? എടാ ഷബനാസ് അല്ലേ മോന്റെ പേര്? അതെ, ഹലോ. മോൻ 14 വന്നല്ലേ?
ഓ ആണോ? MT14 വന്ന കുട്ടിയല്ലേ? അല്ല. അല്ല അല്ലേ, സോറി കേട്ടോ, എനിക്ക് പേര് കേട്ടപ്പോ അങ്ങനെ തോന്നി. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ക്ലാസ്സില്? മിസ്സേ അത് ഞാനാണ് തോന്നുന്നത്. അല്ല ടീച്ചർ, M14 ബാച്ചിൽ നിന്ന് 17 വന്ന ഷിജിനെ ആയിരുന്നു. അത് ആ കുട്ടി പിന്നെയും 14 തന്നെ പോയി. ആണോ? ഓക്കെ കേട്ടോ, എനിക്ക് ഒരു ഡൗട്ട്. ഷബനാസ് കേട്ടപ്പോ മോനാണ് അപ്പൊ ടീച്ചർ പ്രാക്ടീസിന് പോയതല്ലേ? ആണോ? ഷബനാസ് ആണോ? ആ ടീച്ചർ പ്രാക്ടീസിന് ആരും പോയിന്ന് പറഞ്ഞില്ലേ? ഷിജ്നാസ് തന്നെ പോയത് ടീച്ചിങ് പ്രാക്ടീസിന്. ആണല്ലേ, ഓക്കെ ഓക്കെ, സോറി, എനിക്ക് മാറിപ്പോയതാ പെട്ടെന്ന്. അപ്പോ നമ്മളിത് നോക്കുന്നത് മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മിക വികാസം എന്നൊക്കെ പറയും. നമ്മളൊരു കുട്ടിയുടെ സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ് മുതലാണ് ആ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അവന്റെ ദൈനംദിന സാഹചര്യങ്ങള്, അവന്റെ ഡെയിലി നമ്മള് എന്താ പറയാ ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ അവൻ ട്രെയിൻ ചെയ്യുന്നത് ഒരു 2 ഇയേഴ്സ് മുതൽ അവനൊരു ഒരു ഓർഡറിലേക്ക് വരും. പിന്നെ ആരംഭിക്കുന്ന ഒരു ടൈമാണത്. പ്രീ സ്കൂൾ ഇയേഴ്സ് എല്ലാവർക്കും അറിയാലോ. ഏത് ടൈം പീരീഡ് ആണ് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്നുള്ളത്? ഏതാണ് ടൈം പീരീഡ്? 3 to 6 അല്ലേ? 3 to 6 ഓക്കെ. മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ടൈം പീരീഡോ? 3 to 5. അതും 3 to 6 ആണ് കേട്ടോ. ഓക്കെ, ഈ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് 3 to 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആയിട്ട് 3 to 6 ഇയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളല്ല, ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത്. Moral development begins in second year of life in everyday context with attachment figures. കുട്ടികളിൽ മോറൽ ഡെവലപ്മെന്റ് കാര്യങ്ങളും ഒരു 2 വയസ്സ് മുതൽ അവരുടെ എവറിഡേ ദൈനംദിന ചില എവറിഡേ സാഹചര്യങ്ങളും കാര്യങ്ങളും റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. During the pre-school years, age to 3 to 6, നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത് 3 to 6 ആണ്. ചിൽഡ്രൻ കണ്ടിന്യൂ ടു ബി സോഷ്യലൈസ്ഡ്. ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് വരെ കുട്ടി ഫാമിലിയിലാണ് അല്ലെ, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫാമിലിയിലാണ്. അവർ അമ്മയുടെ ഒപ്പം ആയിരിക്കും കൂടുതൽ ടൈം അല്ലെ. അത് കഴിഞ്ഞ് പ്രീ സ്കൂളിലേക്ക് വരുമ്പോൾ നഴ്സറിയിലോ അല്ലെങ്കിൽ പ്രീ KG പോയി തുടങ്ങുന്ന സമയമാണ് 3 ഇയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മുതൽ അവർ കുറച്ചും കൂടി സോഷ്യലബിൾ ആക്കാണ്. അവർ സമപ്രായത്തിലുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അവരിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും കുട്ടികൾ ലേൺ ചെയ്യുന്നു. അവർ ഷെയറിങ് ഹാബിറ്റ്, ഇപ്പം ജസ്റ്റ് എന്റെ മോള് നഴ്സറി പോയിരുന്ന സമയത്ത് നമുക്ക് ഞാൻ ടിഫിൻ കൊടുത്തു വിടുന്നത് മേ ബി എന്തെങ്കിലും ആയിരിക്കും, പീനട്സ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തിരിച്ചു വരുമ്പോ അവളുടെ ബോക്സ്, ആ ഒരു ടിഫിൻ ബോക്സിൽ എല്ലാത്തിന്റെയും ഓരോന്നുണ്ടാവും. ചില എല്ലാം അവർ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ബോക്സ് തുറക്കുന്ന നമുക്കറിയാം കുട്ടികൾ തമ്മിൽ നല്ല ഷെയറിങ് ഹാബിറ്റ് ഉണ്ട്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, പ്ലേയിങ് ടുഗദർ, ഒരുമിച്ച് കളിക്കുന്നത്. ഇനി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെ അത് ഡിസ്പ്യൂട്ടഡ് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്, അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം പഠിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ ഇയേഴ്സ് ആണ്. പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത് പ്രീ സ്കൂൾ ഇയേഴ്സ്. നമ്മള് ഓക്കെ, നമ്മള് പ്രീ സ്കൂൾ നിങ്ങളെ പഠിപ്പിച്ച അംഗനവാടി ടീച്ചറിന് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ടീച്ചർമാരൊക്കെ മറന്നുപോയി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരെ മറന്നുപോയി. മേ ബി കോളേജിലൊക്കെ പഠിപ്പിച്ച ഞാൻ അംഗൻവാടി പോയിട്ടില്ല. അതെന്ത് പറ്റി? എന്നുവെച്ചാ എന്റെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അപ്പം അങ്ങനെ അവിടെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം പല സ്ഥലത്തായിട്ട് ഡയറക്റ്റ് സ്കൂളിലാ പോയത് LKG ക്ലാസ്സിൽ. ഓക്കേടാ, ഓക്കെ. അപ്പോ മേ ബി ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ. ഞാനും പോയില്ലേ, എന്ത് പറ്റി?
ഓക്കെ, ജസ്റ്റ് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴായിരിക്കും കൂടുതലും കുട്ടികൾ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്താ പറയാ, നമ്മൾ നഴ്സറിയിലേക്ക് പോകുമ്പോൾ മറ്റു കുട്ടികൾ സെയിം ഏജിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ലാംഗ്വേജിന്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ നഴ്സറിയിൽ മോളെ ചേർത്ത സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ബാക്കി കുട്ടികളിൽ നിന്നൊക്കെ മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ മിസ്സിനോട് ചോദിച്ചു, അവനെന്താ അങ്ങനെ ചോദിച്ചു. അവൻ ബാക്കി കളിക്കാനൊന്നും വരുന്നില്ല, ബാക്കി കുട്ടികളോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. പറഞ്ഞു അവനധികം സംസാരിക്കുന്നില്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പാരന്റ്സിനോട് പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചു ടീച്ചറിന്റെ അടുത്ത്. പറയണം, ഇനി ഒന്ന് പറയണം, കാരണം ഞാൻ വിചാരിച്ചത് മാറും. ആദ്യത്തെ ഒരു 2-3 ആഴ്ച കുട്ടി വന്നതിന്റെ ഒരു ഇതായിരിക്കും, ആദ്യമായിട്ട് വന്നിരിക്കല്ലേ, അവന് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാന്ന് വിചാരിച്ച്. പക്ഷെ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പം പിന്നെ ബാക്കി അവന്റെ അതേ ഏജിലുള്ള കുട്ടികള് എന്താ പറയാ, സംസാരം എന്ന് വെച്ചാൽ നിർത്തില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ മാത്രം ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് കമ്പയർ അങ്ങനെ ചെയ്യല്ല, ഈ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ടീച്ചർ ഒന്ന് കമ്പയർ ചെയ്തിട്ട് പാരന്റ്സിനോട് പറഞ്ഞു അവന് സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതൊന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും പറഞ്ഞു. അപ്പൊ ആ ഒരു ഏജില് ഒരു 3 to 6 years കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ്. കുറച്ചും കൂടി കൂടുതൽ സോഷ്യലബിൾ ആകുന്നത് സമയമാണ്. അപ്പൊ കുട്ടികൾ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന സമയമാണ്. നല്ല രീതിയിൽ സെന്റൻസ് ഒക്കെ ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പഠിക്കുന്നത്. പക്ഷെ 3 to 6 years ഒക്കെ ആകുമ്പോഴേക്കും അവര് ഭയങ്കരമായിട്ട് ഒരുപാട് സംസാരിക്കും നമുക്ക് കാണാൻ പറ്റും. നഴ്സറിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്ക് അറിയാൻ പറ്റും, നഴ്സറിയിൽ പോയി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്റ്റോപ്പ് എന്നുവെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ഇടാണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസി സോഷ്യൽ പീരീഡ് ആണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സ് വരെയാണ്. ഒരു 7 വയസ്സ് വരെ കുട്ടി എന്ന് വെച്ചാല് കൂടുതൽ ടൈമും പാരന്റ്സിന്റെ ഒപ്പം ഉണ്ട്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ പഠിക്കുന്ന കാര്യത്തിനായാലും ലേണിങ്ങിന്റെ കാര്യത്തിലായാലും അവർ നല്ല രീതിയിൽ സപ്പോർട്ടും ഇൻവെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് എന്താണ്, പ്രോഫിറ്റ് ആണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കണക്കല്ലേ, ബെനിഫിറ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ടൈം പീരീഡ് തന്നെയാണത്. കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളും അവർ നല്ല രീതിയിൽ നമ്മൾ കേൾക്കണം. കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. ഓക്കെ, പിന്നെ അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ അവർക്ക് ടൈം ഉണ്ടാവില്ല. നമുക്ക് ടൈം കിട്ടുമ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കുട്ടികൾ നമ്മളുടെ ഒപ്പമുള്ള ടൈം 3 to 6 years അല്ലെങ്കിൽ 0 to 7 years വരെ നമ്മളുടെ ഒപ്പം ഏകദേശം നമ്മളുടെ ആ ഒരു ജേർണിയിൽ നമ്മൾ മാത്രമുള്ള അവരുടെ ലോകത്ത്. പിന്നെ അവർ സ്കൂളും കാര്യങ്ങളും കുട്ടികളും. അപ്പൊ ആ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കണം. Children will have attained many important understanding. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവര് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസും കാര്യങ്ങളും പിന്നീട് മിഡിൽ ചൈൽഡ്ഹുഡിലും അഡോളസെന്റേജിലും അവർ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. അതിനൊക്കെ ഉള്ളൊരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഒരു 3 to 6 years നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു ടൈം പീരീഡ് ഒരു കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. സോ നമ്മൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട്സും കാര്യങ്ങളും കൊടുക്കണം. ഓക്കെ, നമുക്ക് ടൈം പീരീഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ഇൻഫൻസി എന്ന് പറയുന്നത് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെയാണ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇന്ന ടൈമാണ്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? ഇല്ല മാം. ഓക്കെ, യൂണിറ്റ് 2 ആരെടുത്തത്? ഞാനല്ലേ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ ജിഷ മിസ്സിന്റെ ആണ്. അല്ലടാ, നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അത് മിസ്സാണ് എടുത്തിരിക്കുന്നത്. വേഗം വരും, നോക്കൂട്ടാ.
Okay, physical development time period പറയുന്നുണ്ടോ? Infancy 0 to 2 years. Pre-childhood 3 to 6 years. Middle childhood 7 to 9 years. Later childhood 10 to 13 years. ഈ later childhood എന്ന് പറയുന്ന പീരീഡ് കുറവാണ്. 10 to 19 years അഡോളസെന്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ചോദിച്ചത് ആ ടൈം പീരീഡ്. ഇനി അടുത്തല്ലേ, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അത് അടച്ചു വെക്കോ? നോക്കാറില്ല. ഓർമ്മശക്തി ഭയങ്കര കുറവാണ്. ആ ശരിയാ, ടൈം എക്സാം വരുന്നേ, ഓർമ്മശക്തി കുറേ ഞാൻ നല്ല രസമായിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചാപ്റ്റർ മനസ്സിലാവാത്തതാണോ? ഇല്ല മിസ്, മനസ്സിലായി. മനസ്സിലായതാണ്. എന്നാ മിസ് ടൈം എക്സാം വരുന്നത്? അല്ലടാ, നമ്മുടെ പോർഷൻ തീരാറാവുമ്പോഴേക്ക് വരും. പാർട്ട് 2 തീരുമ്പോ വരും. പാർട്ട് 2 കംപ്ലീറ്റ് ആവുമ്പോൾ ടൈം എക്സാം ഉണ്ടാവും. ടൈം എക്സാം 1 വരും. ജസ്റ്റ് ഇവിടെ ഞാൻ ആ ടൈം പീരീഡ് പറഞ്ഞപ്പോ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചാണ്. അപ്പം അറിയാലോ എല്ലാവർക്കും ടൈം പീരീഡുകൾ. ഇൻഫൻസി എന്ന് പറയുമ്പോൾ ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് ഓരോരുത്തരോട് ചോദിക്കല്ലേ. ബുക്കൊന്നും മറക്കണ്ട കേട്ടോ. നർമ്മിത പറഞ്ഞേ. എന്താ മിസ്? ഇൻഫൻസി എന്ന് പറയുന്ന ടൈം പീരീഡ് മിസ് എന്താ പറഞ്ഞേ? ടൈം പീരീഡ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ നമ്മള് ഓരോ ഇയേഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതെ അതെ, ഓക്കെ മിസ്. ഇൻഫൻസി എന്ന് പറയുന്നത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? അത് 0 to 2 years. ഓക്കെ. സോ മിഡിൽ ചൈൽഡ്ഹുഡോ? 2 to 6 2 to 6 years, 2 to 4 years. അല്ല മിസ്, 7 to 9 അല്ലേ? 7 to 9 ആണ്. ഓർഡറിലല്ല ചോദിച്ചത്, നൈസ് ആയിട്ട് ഓർഡറിൽ പറയാണ്. ഓർഡറിൽ പറഞ്ഞാലും 3 to 6 ആ പറയണ്ടേ. പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസെന്റ്. 6 പീരിയഡ് പ്രീ ചൈൽഡ്ഹുഡ് അല്ലേ മിസ്? ഓക്കെ. അപ്പൊ നമ്മള് ചൈൽഡ്ഹുഡിനെ നമ്മൾ കുട്ടിയുടെ ലൈഫ്, ആ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫൻസി, പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെന്റ്. ലേറ്റർ ചൈൽഡ്ഹുഡ് ഇന്നത്തെ കുട്ടികൾക്ക് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ് ഇല്ല. അതറിയാലോ എല്ലാവർക്കും. നമ്മളുടെയൊക്കെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്നു ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 30 years. ഇന്ന് 10 years മുതൽ 90 years വരെയും അഡോളസെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ടൈം പീരീഡിൽ 3 to 6 yearsലും അത് കഴിഞ്ഞ് മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെന്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ടാവില്ല മിസ്? അഡൽട്ട് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അല്ല, എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും? ലേറ്റർ ചൈൽഡ്ഹുഡ് ചോദിക്കൂലേന്ന്? ടൈം പീരീഡ് പഠിച്ചു, ഞാനത് കോമൺലി ഇരുന്ന് ഇല്ലാന്ന് പറഞ്ഞതാണ്. ആണെങ്കിൽ 10 years മുതൽ ചില കുട്ടികൾ അഡോളസെന്റേജിലേക്ക് കടക്കുന്നവരുണ്ട്. ഇല്ലേ? നമ്മളുടെയൊക്കെ പരിചയത്തിൽ തന്നെ ഉണ്ടാവില്ല, 10 years ഒക്കെ ആവുമ്പോഴേക്കും അഡോളസെന്റേജിന്റെ മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പക്ഷെ നമ്മളുടെയൊക്കെ ടൈം പീരീഡില് അന്ന് മിഡിൽ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു. മിഡിൽ അല്ല, ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ ടൈം പീരീഡ് കറക്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ അല്ലേ? അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നമ്മളിപ്പോ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഡിസ്കസ് ചെയ്തത്. ആ ഒരു ടൈമും ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സെഷൻസിനായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മള് അത് മറക്കരുത് കേട്ടോ. ഓക്കെ. ഈ പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്തേ. Moral development begins in the second year of life when every day contests with attachment figures. During the preschool years, aged 3 to 6, children continue to be socialized to learn the values and behaviors accepted by their family. Sharing, helping, playing together amicably set
setting disputes with words, and restarting impulses are some of the behaviors children learn from attentive parents and other adults during the preschool years. By the end of this important and busy social period, children will have attained many important understanding that will survey them as they grow older and come across increasingly complex social situations in the course of middle childhood and adolescence. ഇനി നമ്മള് ഇനി നോക്കുന്നത് ഒരു ഏജ് ഓഫ് 6 years. ചിൽഡ്രൻസ് ഇപ്പോ നോട്ട് എറ്റ് ഫുള്ളി സിവിലൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് കുട്ടികളിൽ കുറച്ചുകൂടി whose attachment infancy have been safe and whose socialization during preschool years was given by warm and loving parent. നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ അവർ അറ്റാച്ച്മെന്റോട് കൂടി, ഓവർ അറ്റാച്ച്മെന്റ് അല്ല, റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ അഫെക്ഷനും ലവും കെയറോട് കൂടി വേണം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ. അതിലൂടെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ ബെറ്റർ സോഷ്യലൈസേഷന് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. പാരന്റ്സ് ഹൂ ഹാവ് ഹൈ ബട്ട് കൺസിഡറബിൾ മെച്യൂരിറ്റി എക്സ്പെക്ടേഷൻ. നമ്മൾ പാരന്റ്സ് കുട്ടികളിൽ നിന്ന് ഒരു മെച്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന ഏജിൽ ഇന്ന രീതിയിൽ കുട്ടികളെ പെരുമാറണം. ഹു ആർ കൺസിസ്റ്റന്റ് ഇൻ സെറ്റിംഗ് ലിമിറ്റ്സ്, ഹു ആർ ഇൻവോൾവ് വിത്ത് ദർ ചിൽഡ്രൻ ബോത്ത് ടു ഒബ്സർവ് ദം ആൻഡ് ടു പ്ലേ വിത്ത് ആൻഡ് എൻജോയ് ദം. നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ ആവണം, ഇങ്ങനെ പോലെ ആവണം, ഇതേപോലെ പെരുമാറണം എന്നൊക്കെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാറുണ്ടോ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ? ശരിക്കും അങ്ങനെ നമ്മൾ കുട്ടീനെ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് നോക്കാം. ശരിക്കും കുട്ടികൾ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത് നമ്മളെയാണ്. കുട്ടികൾ എപ്പോഴും കോപ്പി ചെയ്യുന്ന ആരെയാണ്? പാരന്റ്സിനെയാണ്. സോ പാരന്റ്സ് അവര് എന്താണോ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടിയില് നമ്മളിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മളുടെ ക്യാരക്ടറിൽ മാറ്റം വരാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടി നല്ല രീതിയിൽ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം, നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് തിരിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ അവർ നമ്മളെ കണ്ടേ പഠിക്കുള്ളൂ. കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടി കൂടുതലായിട്ടത് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 6 years വരെ നമ്മുടെ കൂടെ കുട്ടികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ. ആ ടൈമില് കുട്ടിയുടെ ഒപ്പം നമ്മൾ കുറച്ച് കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യണം. അവരുടെ ഒപ്പം കളിക്കണം, അവരുടെ ഒപ്പം എൻജോയ് ചെയ്യണം. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ സൊസൈറ്റിയില്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. ഹസ്ബൻഡ് വരുന്നു, കുറെ നേരം കുട്ടികൾ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈഫ് ഫുഡ് കൊടുക്കുന്നു, വൈഫ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, ഹസ്ബൻഡ് ഫോണിൽ നോക്കിയിരിക്കുന്നത് വൈഫിന് ഇഷ്ടമായിട്ടില്ല. അപ്പൊ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ ഭയങ്കര തർക്കം, ഹസ്ബൻഡ് പുറത്തു പോകുന്നു, കുട്ടികളിൽ അവിടെ എന്താണ് ഒരു ഇമോഷണൽ ഇംബാലൻസ് ഫേസ് ചെയ്യാണ്. ഇപ്പൊ വേറൊരു ഫാമിലി, ഒരു എക്സാമ്പിൾ ആണ് ആദ്യത്തെ ഫാമിലി. ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു, ഫോണും ബാഗും കാര്യങ്ങളൊക്കെ മാറ്റി ഫ്രഷ് ആയി വന്ന് കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ്. അവരെന്തൊക്കെയാ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒപ്പം കളിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുട്ടീനെ പഠിക്കുന്ന കാര്യത്തിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു, ഗൈഡൊക്കെ ചെയ്യുന്നു. വൈഫും വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, നല്ലൊരു സന്തോഷത്തോടു കൂടി പോകുന്നു. അപ്പൊ ഈ കുട്ടികളിൽ നല്ലൊരു ഇമോഷണൽ ബാലൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ് ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളാണ് ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് തന്നെ പറയാം, കുട്ടിയുടെ ഡെവലപ്മെന്റിന് നമ്മൾ കൂടുതൽ ടൈം വേണം. സോ നമ്മൾ ഈ ഒരു പരിധി വരെ നമ്മളുടെ ഫോൺ യൂസേജ് കുറയ്ക്കണം. ഇനി നമ്മൾ പറയുമല്ലേ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു, അത് മിക്ക പാരന്റ്സും പരാതിയൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്റെ കുട്ടി ഏത് സമയം നോക്കിയാലും ഫോണിലാണ് മിസ്സേ, എന്താ ചെയ്യണ്ടേ, ഞാൻ അതിനെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കാറ്, നിങ്ങൾ എങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നേ, എത്ര സമയം ഫോൺ യൂസ് ചെയ്യാറുണ്ട് എന്ന്.
അപ്പൊ പറയുമ്പോ ആള് കൂടുതൽ ടൈമും എന്ത് ചെയ്യാണ്, ഫോൺ യൂസ് ചെയ്യാണ്. അപ്പൊ കുട്ടി സ്ഥിരമായിട്ട് കാണുന്നത് എന്താണ്, അമ്മ കൂടുതൽ ടൈമും ഫോൺ യൂസ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഫോൺ കളിക്കാൻ കുട്ടി വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് നേരം കിട്ടുള്ളൂ. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും അമ്മ ഫോൺ മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് നമുക്ക് തരുമ്പോ പാരന്റ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും ഈ ഫോൺ കാണിച്ചിട്ടൊക്കെയാ ഫുഡ് കൊടുക്കുന്നതല്ലേ. ഇന്നത്തെ പാരന്റ്സ് എളുപ്പപ്പണി കണ്ടുപിടിച്ചിരിക്കാം. ഫോൺ ഒരു കയ്യിൽ കൊടുക്കുന്നു, ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എത്ര അളവ് കഴിച്ചെന്നോ എന്തോരം കഴിച്ചെന്നോ ഒന്നും കുട്ടികൾക്കൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോ ഈ ഇങ്ങനെ കുട്ടികളിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നമ്മളുടെ ശീലങ്ങളാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുട്ടികളിൽ നമ്മൾ എന്താണോ നമ്മുടെ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്താണ് അത് ഫോളോ ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഫോണൊന്നും അധികം യൂസ് ചെയ്യൂല എല്ലാരും. ഓക്കെ, വീട്ടില് മക്കള് ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? ടീച്ചർ, എന്റെ മോള് ഫോൺ യൂസ് ചെയ്തിട്ടാണ് രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കൊന്നും കുഴപ്പമില്ല, രാത്രി മാത്രം കുഞ്ഞിന് ഫോൺ വേണം. ബാക്കി ടൈമിലൊക്കെയോ? രാവിലെ ഞാൻ സ്കൂളിൽ പോകേണ്ട ആ ഒരു ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കൊടുത്ത് അങ്ങ് വിടുക. പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിലാണ്. പിന്നെ ഈ സാറ്റർഡേ സൺഡേ രാവിലെയും ഉച്ചയ്ക്കൊന്നും അയാൾക്ക് ഫോൺ വേണ്ട. ഈ രാത്രി ഫുഡ് കൊടുക്കുമ്പോൾ അയാൾക്ക് ഫോൺ വേണം. ആണോ? മോൻ യൂസ് ചെയ്യാറുണ്ടോ ഫോൺ? എന്തോ? മോൻ നന്നായിട്ട് യൂസ് ചെയ്യോ ഫോൺ? ഫോൺ ഇങ്ങനെ കൂടുതൽ സ്ക്രോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? മോൾക്ക് 4 വയസ്സായി ടീച്ചർ. മോള് യൂസ് ചെയ്യുന്നതിന്റെ ഇപ്പൊ കുഞ്ഞും 2 വയസ്സായ കുഞ്ഞും അത് നല്ലപോലെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ആണോ? പാട്ടോടാണോ? അത് ഫോൺ കൊടുക്കാതെ ജസ്റ്റ് ഗെയിം പോലെയൊക്കെ ഫുഡ് കൊടുത്തോടെ നോക്കി, ഹൈഡ് ആൻഡ് സീക്ക് പോലെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ പറയില്ലേ, ഇളയാൾക്കും കൂടി ഒരുമിച്ച് ഫുഡ് കൊടുക്കുക. 2 വയസ്സായി എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അപ്പൊ രണ്ടുപേരെയും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഗെയിമിലൂടെ ഒക്കെ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഫുഡ് കൊടുക്കുകയാണെങ്കിലോ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. നോക്കട്ടെ. ഇവൻ അല്ല, മോള് ചെയ്യുന്നത് അവൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. ചെയ്യാം, സ്ക്രോൾ ചെയ്യാം. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് അവൻ വാശി പിടിക്കും. ചിലപ്പോ മോള് ചിലപ്പോൾ ഫോണിൽ അഡിക്റ്റ് ആവില്ലായിരിക്കും, പക്ഷെ മോൾ ഇത് കണ്ടിന്യൂസ്ലി കാണുന്നതുകൊണ്ട് അവൻ അതിലേക്ക് കൂടുതൽ അപേക്ഷ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ചില ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും നല്ലതല്ല കുട്ടികളെ സംബന്ധിച്ച്. ഈ ഇടയ്ക്ക് വന്നല്ലോ ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പൊ കുഞ്ഞു കുട്ടികളെ എല്ലാവരും കാണുന്നത്, നല്ലതല്ല എന്നും പറഞ്ഞുകൊണ്ട്. കണ്ടോ അത്? കണ്ടു ടീച്ചർ. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യോ ആ പാരഗ്രാഫും കൂടി? Age at 6, children are not yet fully civilized, but a core of consideration and self-restraint can be seen in children whose attachment in infancy have been safe and whose socialization during the preschool years was given by warm and loving parents. These are parents who have high but considerable maturity explanations, who are consistent in setting limits, who are involved with their children, both to observe them and to play with and enjoy them, who explain the effects of the child's behavior on others, and who concentrate more on teaching what to do rather than on what not to do. ഓക്കെ, ഇപ്പൊ ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞില്ല അല്ലെ? കുട്ടികളോട് നമ്മളത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്യും. ഇത് ജസ്റ്റ് വേസ്റ്റ് പേപ്പർ ആണ് വിചാരിക്കുക, നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇടണം എന്ന് അവർ കാണിച്ചു കൊടുത്ത പിന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തത് എന്ത് ചെയ്യും, വേസ്റ്റ് ബിന്നിൽ ഇടും. ഓക്കെ, അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അവരത് ഫോളോ ചെയ്തോളും. നമ്മളത് പറഞ്ഞെപ്പോഴും കൊടുക്കണ്ട, നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് അവർക്ക് എന്ത് ചെയ്യാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിലൂടെ അവരിൽ കൂടുതലായിട്ട് എന്താണ് ഈ അത്യാവശ്യം നല്ല രീതിയിലുള്ള മോറൽ ഡെവലപ്മെന്റ് കാര്യങ്ങളും വരും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ ഒരു പോർഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Ma'am, sign out.
I am Vidya. I am telling sign out. Thank you, ma'am. Today's class was fantastic and engaging. Thank you, madam, and all my dear friends. Today's class was about socio-emotional development, and you explained the two topics well. On the behalf of everyone, I am thanking you. Thank you all. Thank you, Miss. Thank you, Miss. Ma'am. Thank you, Miss. Thank you, Miss. Thank you, Miss.